ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. ഇതുവരെ വായിച്ച ഭാഗങ്ങൾ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കേൾക്കുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിഷേകം. കേശവന് ദ്വാരകയിലേക്ക് മടങ്ങുവാൻ ധൃതിയുണ്ടായിരുന്നു. കർണൻ ജ്യേഷ്ഠനാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ യുധിഷ്ഠിരാദികൾ വർദ്ധിച്ച ദുഃഖത്തിൽ മുഴുകിക്കഴിഞ്ഞു. ധർമ്മപുത്രർ കേശവനോട് ചോദിക്കുകയും ചെയ്തു, മാധവ, ഈ കനത്ത യുദ്ധത്തിൽ ഭൗതികമായി ഞങ്ങൾക്ക് രാജ്യം ലഭിച്ചു. പക്ഷേ മാനസികമായി എന്തു നേടി? കുറച്ചു കണ്ണുനീരല്ലാതെ ബാക്കി എന്തുണ്ട്? ബന്ധുക്കളും പുത്രന്മാരും മരിച്ചു. അനേകായിരം ജനങ്ങൾ നശിച്ചു. സത്യത്തിൽ ഞങ്ങൾക്ക് ഇനി ആരെയാണ് ഭരിക്കുവാനുള്ളത്? ഇങ്ങനെ പറഞ്ഞ് ഗ്ലാനി പൂണ്ട് ധർമ്മപുത്രർ ഇരുന്നു. അർജുനനും ഭീമനും നകുലനും സഹദേവനും ദ്രൗപദിയും ധർമ്മപുത്രനെ സമാധാനിപ്പിക്കുവാൻ പലതും പറഞ്ഞു നോക്കി. വ്യാസൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു. പക്ഷേ ധർമ്മരാജാവ് മൂകനായിരുന്നതേയുള്ളൂ. ധനഞ്ജയൻ കേശവനോട് പറഞ്ഞു, മാധവ, ജ്യേഷ്ഠൻ അങ്ങയോടാണ് സംസാരിച്ചത്. താങ്കൾ ഒന്നും മറുപടി പറഞ്ഞില്ല. ഞങ്ങളെല്ലാം കഴിവതും ആശ്വാസം പറഞ്ഞു നോക്കി. അദ്ദേഹം ശോകത്തിൽ മുഴുകി കഴിയുകയാണ്. യുധിഷ്ഠിരനെ ശക്തനാക്കണം. കർണനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം മാഴുകയാണ്. നല്ല മനസ്സുകൾക്ക് മാത്രമേ വേദനിക്കുവാനും കഴിയുകയുള്ളൂ. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ആദിവ്യാധിയാണ്. ശരീരത്തിന് അത് കേടുണ്ടാക്കും. ഭവാൻ എത്ര ദുഃഖിച്ചാലും മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുമോ? അങ്ങ് ആശ്വസിക്കുക. സ്വപ്നത്തിൽ കണ്ട നേട്ടങ്ങൾ ഉണർന്നാൽ അപ്രത്യക്ഷമാകും പോലെ ക്ഷത്രിയർ യുദ്ധത്തിൽ അവസാനിച്ചു പോയി. ശൂരന്മാരായ അവർ വീരസ്വർഗം പ്രാപിക്കുകയാണ് ചെയ്തത്. ഭവാൻ അവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നതെന്തിന്? ജ്യേഷ്ഠാനുജ ക്രമം ലൗകിക ജീവിതത്തിലെ വെറും രക്തബന്ധം മാത്രമാണെന്ന് ഭവാൻ അറിയാമല്ലോ. ആധ്യാത്മികമായി നിങ്ങളുടെ ആത്മാവുകൾ പരമാത്മാവുമായി ബന്ധിച്ചിരിക്കുന്നു. ആത്മാവിന് നാശമില്ല. ഈ കാണുന്ന ഭൗതിക ജീവിതത്തിനല്ലേ നാശമുള്ളൂ? അത് സ്ഥിരമാണോ? അങ്ങയെപ്പോലെ ബുദ്ധിയും കർമ്മവും ശ്രദ്ധയും വിശുദ്ധിയും ഏകോപിപ്പിച്ച ഒരുവൻ നശ്വര കളേബരത്തിനു വേണ്ടി ദുഃഖിക്കുകയോ? ജ്ഞാനമാണ് അനശ്വരം. വിദ്യയാണത്. അജ്ഞാനിയെപ്പോലെയും അവിദ്യാശീലനെപ്പോലെയും അങ്ങ് പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? ദുഃഖം ഒഴിവാക്കുക. ഇവിടെ ആരും മരിക്കുന്നില്ല, ആരും ജനിക്കുന്നതുമില്ല. വെറും പരിണാമം മാത്രം. അപ്പോൾ സംഭവിക്കാത്ത ഒന്നിനെ ചൊല്ലി ദുഃഖിക്കുന്നത് ശരിയാണോ? പുത്രശോകാർത്തനായ സൃഞ്ജയൻ ദുഃഖിച്ചിരുന്നപ്പോൾ നാരദൻ അവനോടൊരു കഥ പറഞ്ഞു. അത് ഞാൻ നിങ്ങളോടും പറയാം. നാരദൻ പറഞ്ഞു, ഹേ സൃഞ്ജയ, സുഖദുഃഖങ്ങളിൽ നിന്നും ഞാനും നീയും ലോകരും വിമുക്തരല്ല. അപ്പോൾ മരണത്തിൽ എന്തിനാണ് ആവലാതിപ്പെടുന്നത്? മരുത്തൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇന്ദ്രനും വരുണനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വിശ്വദേവന്മാർ അദ്ദേഹത്തിൻ്റെ സദസ്യരായിരുന്നു.
മഹാന്മാരായ മരുത്തുക്കളും യക്ഷികിന്നരന്മാരുമായിരുന്നു കൊട്ടാരത്തിലെ വിളമ്പുകാർ. മരുത്തുക്കൾ സോമപാനം ചെയ്തിരുന്നു. ദിക്കധിപതികൾക്ക് എക്കാലവും ബഹുമാന്യനായിരുന്നു മരുത്തൻ. മഹാനായ ഇദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ഭൂമിയിൽ ഉഴാതെ വിളവുണ്ടായി. അവനി തേജോരൂപിണിയായി വിളങ്ങി നിന്നു. എവിടെയും സമാധാനം കളിയാടി. സന്തോഷം വർദ്ധിച്ചു. ആനന്ദചിത്തരായി ജനങ്ങൾ നവോന്മേഷശാലികളായി. പക്ഷേ കാലമെത്തിയപ്പോൾ രാജാവ് ചരമം പോകി. നിന്നേക്കാൾ ഇവൻ 4 ഇരട്ടി മേന്മയേറിയവനായിരുന്നു. സുകൃതിയും സുശീലനുമായിരുന്നു. പക്ഷേ മരണം തടയുവാനാവാത്ത സമസ്യയാണ്. മറ്റൊരു കഥ കേൾക്കൂ. സുഹോലനായ അതിഥി അതിപ്രശസ്തനായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്താൽ ഇന്ദ്രൻ രാജ്യത്ത് സ്വർണം വിതച്ചു. ചെടികളിൽ സ്വർണ്ണപ്പൂക്കൾ വിടർന്നു. നദികളിൽ സ്വർണം നുരഞ്ഞു. ഭൂമിക്ക് വസുമതി എന്ന നാമം അന്വർത്ഥമായി. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു രാജാവ്. ദാനധർമാദികളിൽ ഏറെ പ്രശസ്തൻ. ഒരിക്കൽ യജ്ഞമധ്യത്തിൽ വെച്ച് എല്ലാം അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. യുധിഷ്ഠിര, നിന്റെ പുത്രരേക്കാൾ എത്രയോ മടങ്ങ് യോഗ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ സമയമടുത്തപ്പോൾ കാലപുരിയിലേക്ക് അദ്ദേഹം പോയി. ഭൗതിക ശരീരം നാമാവശേഷമായി. യുധിഷ്ഠിര, മറ്റൊരു സംഭവം കൂടി ശ്രദ്ധിക്കൂ. അംഗരാജ്യത്തിലെ രാജാവായ ബൃഹദ്രുതനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. യജ്ഞമധ്യത്തിൽ വെച്ച് ദക്ഷിണയായി 1000 ശ്വേതാശ്വങ്ങളെയും പൊൻകോപ്പുകൾ അണിഞ്ഞ കന്യകമാരെയും ദാനമായി അദ്ദേഹം നൽകി. സുന്ദരിമാരായ കന്യകമാരുടെ മംഗല്യം രാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്നു. സമൂഹ വിവാഹത്തിൻ്റെ മഹനീയത രാജാവ് വിളംബരം ചെയ്തു. ബൃഹദ്രുതൻ്റെ കാലത്ത് വേദപഠനം അതിൻ്റെ ഉച്ചനിലയിലായി. സംസ്കാരസമ്പന്നരായ ജനങ്ങൾ രാജാധികാരത്തെ മഹനീയ സ്ഥാനമാക്കി ബഹുമാനിച്ചു. ഈ രാജാവിനെ പോലെ ശ്രേഷ്ഠനല്ല അങ്ങ്. പക്ഷേ അദ്ദേഹവും മരിച്ചു. നിന്റെ മക്കളേക്കാൾ എത്രയോ സുഹൃതനായിരുന്നു അദ്ദേഹം. യുധിഷ്ഠിര, ഇനിയും കേൾക്കൂ. ശിബി ദാനശീലനായ രാജാവായിരുന്നു. ഏകഛത്രാധിപതിയായ അദ്ദേഹത്തിൻ്റെ ദാനശീലം കേൾവി കേട്ടതു തന്നെയാണ്. യജ്ഞത്തിൽ ദരിദ്രർക്ക് സ്വർണം ദാനം ചെയ്തു. ഗോക്കളെ സമ്മാനിച്ചു. സ്വന്തം ശരീരം പോലും ദാനമായി നൽകുവാൻ ശിബി തയ്യാറായിരുന്നു. അവൻ്റെ മഹത്വം ദേവപതിക്കും ഉയരെയായിരുന്നു. അഷ്ടദിക്പാലകർക്കും മേലെയായിരുന്നു. ധർമ്മജ, ഈ ശിബി നിന്റെ മകനേക്കാളും ശ്രേഷ്ഠൻ തന്നെ, സംശയമില്ല. പക്ഷേ ആ ശിബിയും മരിച്ചു. ഭൗതിക ശരീരം മൺമറഞ്ഞു. ധർമ്മജ, ഇനിയും മനസ്സിലാക്കൂ. ദുഷ്യന്തപുത്രനായ ഭരതനെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടാവില്ലല്ലോ. 300 അശ്വങ്ങളെ കെട്ടി യമുനയുടെ തടത്തിൽ ദേവന്മാർക്ക് 1000 അശ്വമേധങ്ങൾ നടത്തി. ഗംഗാതടത്തിൽ 100 രാജസൂയം നടത്തി. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ആ പൗരുഷശാലി. നിന്റെ പുത്രനേക്കാൾ 100 മടങ്ങ് സുഹൃതിയായിരുന്നു അവൻ. പക്ഷേ ആ ഭരതനും കാലപുരിയിൽ പോകാതെ തരമില്ലായിരുന്നു. ശമനസുത, ഭാഗീരഥ രാജാവിനെക്കുറിച്ച് പണ്ട് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? ഗംഗയെ മഞ്ഞിലൊഴുക്കിയ പൗരുഷശാലി. അവനേക്കാൾ വലിയവനല്ലല്ലോ നിന്റെ മകൻ. ആ ഭാഗീരഥനും കാലമെത്തിയാൽ മരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ധർമ്മജ, ദിലീപനെക്കുറിച്ചറിയില്ലേ? സൂര്യകുല രാജാക്കന്മാരിലെ രത്നം. വസുധയെ യജ്ഞത്തിൽ അദ്ദേഹം ദാനം ചെയ്തു. അശ്വമേധങ്ങൾ 100 കണക്കിന് നടത്തി. ഒരു നാൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുവാൻ തക്കവണ്ണം 1000 പൊന്നണിഞ്ഞ ആനകളെ ദാനം ചെയ്തു. പക്ഷേ ആ ദിലീപനും മരിച്ചു. അവൻ നിന്നേക്കാൾ സുഹൃതിയും നല്ലവനുമായിരുന്നു.
നിന്റെ മകനേക്കാൾ എത്രയോ ശ്രേഷ്ഠൻ. കേശവൻ തെല്ലിടം നിർത്തി ധർമ്മജന്റെ മുഖത്തേക്ക് നോക്കി. നിർമ്മമമായിരുന്നു ആ വദനം. കേശവൻ പിന്നെയും പറഞ്ഞു, യുവനാശപുത്രനായ മാന്ധാതാവ് 3 ലോകങ്ങളെയും അതിജീവിച്ചവനായിരുന്നു. സൂര്യൻ ഉദിക്കുന്നിടം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം വരെ മാന്ധാതാവിൻ്റെ ക്ഷേത്രമായിരുന്നു. 100 അശ്വമേധം നടത്തി പ്രശസ്തി നേടി ലോകമെങ്ങും വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഓരോ വ്യക്തിയും ജരാനരകളിൽ നിന്നും ആദിവ്യാധികളിൽ നിന്നും മോചിതരായിരുന്നു. നാൽക്കാലികൾ പോലും അകാലത്തിൽ ചത്തിരുന്നില്ല. അത്രയും പ്രശസ്തനായ മാന്ധാതാവും സമയമായപ്പോൾ അന്തരിച്ചു. ആ രാജാവ് നിന്റെ പുത്രനേക്കാൾ സുകൃതിയായിരുന്നു. അംബരീഷൻ 1000 യാഗങ്ങൾ നടത്തി. വിഷ്ണുവിൻ്റെ സുദർശന ചക്രം പോലും അദ്ദേഹത്തിന് സ്വാധീനമായിരുന്നു. അത്രയും പ്രശസ്തനായ ആ മഹാരാജാവും അന്തരിച്ചു. നിന്റെ സന്താനങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠനായിരുന്നു. എന്നിട്ടും മരണത്തിൻ്റെ വിരിമാറിലേക്ക് അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വന്നു. കേശവൻ വീണ്ടും പറഞ്ഞു, ശശബിന്ദുവിന് 100,000 ഭാര്യമാരുണ്ടായിരുന്നു. അവർക്ക് 1000 പുത്രന്മാരുണ്ടായി. ഓരോ രാജപുത്രനും 100 കന്യകമാരെ വീതം വിവാഹം ചെയ്തു. ഓരോ കന്യകയ്ക്കും 100 ആനകളും ഓരോ ആനയ്ക്കും 100 തേരുകളും തേരുതോറും 100 കുതിരകളും ഓരോ കുതിരയ്ക്കും 100 പശുക്കളും ഓരോ പശുവിനും 100 ആടുകളും എന്നിങ്ങനെ അസംഖ്യം ധനം ഉണ്ടായിരുന്നു. രാജാവ് അവയെല്ലാം ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ദാനം ചെയ്തു. രാജകുമാരന്മാരും അവരുടെ ഭാര്യമാരും പ്രജകളോടൊപ്പം വയലുകളിൽ ജോലി ചെയ്തു. അധ്വാനത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി. കർമ്മത്തിലൂടെ മാത്രമേ ഉന്നത മേഖലകളിൽ എത്തിച്ചേരുവാനാവുകയുള്ളൂ എന്ന് ആ രാജകുടുംബം തെളിയിച്ചു. അത്രമാത്രം പ്രശസ്തരും സുഹൃതികളുമായ ആ രാജാവും സന്താനങ്ങളും മൃതരായി. മരണം അവർക്കുപോലും തടഞ്ഞു നിർത്തുവാനാവാത്ത പ്രഹേളികയായിരുന്നു. കേശവൻ യുധിഷ്ഠിരനെ ശ്രദ്ധിച്ചു. നിരവധി ചിന്തകൾ ശമനസുതൻ്റെ ഹൃദയത്തെ മതിക്കുന്നതായി മാധവന് തോന്നി. പുഞ്ചിരിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു, ധർമ്മജ, ഗയൻ എന്ന ഒരു രാജാവിനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു. അടുത്തുള്ള രാജാക്കന്മാർ പറയാറുണ്ട്, കടപ്പുറത്തെ പൂഴിയോളം പശുക്കൾ ഗയ മഹാരാജാവിന് സ്വന്തമായി ഉണ്ടെന്ന്. ഈ പശുക്കളെ മുഴുവൻ രാജാവ് ദാനം ചെയ്തു. ദാനധർമ്മത്തിൽ ഗയൻ വിഖ്യാതനായി. ആ മഹാരാജാവും മരിച്ചു. ആ രാജാവാകട്ടെ നിന്നേക്കാൾ വലിയവനും നിന്റെ സന്താനങ്ങളെക്കാൾ ശ്രേഷ്ഠനുമായിരുന്നു. അദ്ദേഹവും മരണത്തിൻ്റെ സുഷുപ്തി വരിക്കുക തന്നെ ചെയ്തു. സകരൻ്റെയും പൃഥുവിൻ്റെയും കാലത്ത് വസുധ ഐശ്വര്യത്തിൽ സ്വർഗസന്നിഭയമായി. ദേവന്മാർ പോലും മന്നിടം കണ്ട് കലുഷഹൃദയരായി. മാനുഷർ നിർഭയരും സിദ്ധാർത്ഥരും ആരോഗ്യരുമായി. ആര് എന്ത് ചോദിച്ചാലും ഇവർ നൽകിയിരുന്നു. വസുധയുടെ സുതന്മാർ തന്നെയായിരുന്നു ഈ രാജാക്കന്മാർ. പക്ഷേ കാലമാഗതമായപ്പോൾ അവരും മരണത്തിൻ്റെ മടിത്തട്ടിലേക്ക് മടങ്ങി. നിന്നേക്കാളും നിങ്ങളുടെ ഏവരുടെയും സന്താനങ്ങളെക്കാളും അവർ സുഹൃതികളായിരുന്നു. കേശവൻ ഇങ്ങനെ പല പ്രശസ്തരുടെയും കഥകൾ പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് മാധവൻ തുടർന്നു, യുധിഷ്ഠിര, ഈ മഹാന്മാരുടെ ചരിത്രങ്ങൾ ആലോചിച്ചു നോക്കുക. അമൃതനിഷ്യന്തികളായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കിയ മാന്യന്മാരാണവർ. പക്ഷേ അവരെല്ലാം ഭൗതിക ശരീരം ഈ മണ്ണിൽ ത്യജിച്ചു. ആത്മീയതയുടെ സുഹൃത്തുക്കളായി വിണ്ണേറി. അപ്പോൾ മരണം ഉടലെടുത്ത ജീവികൾക്കെല്ലാം ഉള്ളതാണ്. ഇങ്ങനെ ചിന്തിച്ച് മക്കളുടെ മരണം വരുത്തിയ ശോകത്തെ ത്യജിച്ച് കർമ്മനിരതനായാലും ശ്രദ്ധായുക്തനായി ജ്ഞാനസ്വരൂപനായി കർത്തവ്യനിരതനായി വ്യാപരിച്ചാലും അലസതയും ആലംഭാവവും സുഹൃതത്തെ ഹനിക്കും. അതിനാൽ
അജ്ഞാത ശത്രുവായി ലോകത്തിന് ഹിതം ചെയ്താലും. മാധവന്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ ആശ്വസിച്ചു. ഗ്ലാനി വെടിഞ്ഞ് ദുഃഖം കളഞ്ഞ് ആദി മാറ്റി കർമ്മയുക്തനായി യുധിഷ്ഠിരൻ കർത്തവ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. കേശവൻ യുധിഷ്ഠിരൻ്റെ വാക്കുമാനിച്ച് ധൃതരാഷ്ട്രനോട് പറഞ്ഞു: മഹാനുഭാവനായ കൗരവരാജാവേ, കുരുക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ നാം ചെയ്തു കഴിഞ്ഞു. ഇനി യുവരാജാധിപത്യമാണ് അനുഷ്ഠിക്കേണ്ടത്. ധൃതരാഷ്ട്രർ പറഞ്ഞു: കേശവ, നിന്റെ ബുദ്ധിയും കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ കാട്ടുന്ന കൗശലവും അപാരം തന്നെ. എൻ്റെ അനുവാദം ഇല്ലെങ്കിലും ധർമ്മജൻ രാജാവാകുമെന്ന് എനിക്കറിയാം. അതിനാണല്ലോ ലക്ഷക്കണക്കിന് ജീവനെ അവർ അസ്ത്രജാലം കൊണ്ട് കരിച്ചത്. എന്നാൽ ദുര്യോധനൻ്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക വയ്യ. പുത്രസ്നേഹം തന്നെയാണ് അതിന് കാരണമെന്ന് വിശദീകരിച്ചാലും തെറ്റില്ല. ഞാൻ ലൗകിക ജീവിയാണ്. മകൻ്റെ മരണം അത്രയ്ക്ക് എന്നെ തകർത്തിരിക്കുകയാണ്. ആ സ്ഥാനത്ത് ഞാൻ തന്നെ ധർമ്മജനെ യുവരാജാവാക്കണമെന്ന് നീ പറയുന്നത് ബുദ്ധിപൂർവമാണ്. കേശവ, ധർമ്മജൻ തന്നെ യുവരാജാവാകട്ടെ. ഞാൻ ആരെയും ശപിക്കുകയില്ല, എതിർക്കുകയുമില്ല. എല്ലാം വിധിയെന്നോർത്ത് സഹിച്ചുകൊള്ളാം. പാണ്ഡവർ രാജ്യം ഭരിക്കട്ടെ. ധൃതരാഷ്ട്രൻ്റെ വാക്കുകൾ മാധവൻ ഉൾക്കൊണ്ടു. മക്കളുടെ മരണാഘാതത്തിൽ നിന്നും ആ ഹൃദയം മോചിതമായിട്ടില്ല. വൃദ്ധനായ അദ്ദേഹത്തെ ഏറെ ദുഃഖിപ്പിക്കുവാനും പാടില്ല. ധർമ്മജൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും ആഹ്ലാദിപ്പിച്ചും അനുനയിക്കുകയാണ് വേണ്ടത്. ആ കർത്തവ്യം ധർമ്മജൻ ഏറ്റെടുത്തു. യുധിഷ്ഠിരനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു. പാണ്ഡവരെയും കൃഷ്ണനെയും എല്ലാവരും പുകഴ്ത്തി. യുധിഷ്ഠിരൻ ധനവാനായി ദരിദ്രർക്ക് സ്വർണവും പശുവും വസ്ത്രവും നൽകി. യുദ്ധത്തിൽ സഹായത്തിന് നിന്നവർക്കെല്ലാം മണ്ണും പൊന്നും ലഭിച്ചു. യുധിഷ്ഠിരനെ ഒരു പീഠത്തിലിരുത്തി. സർവവിജയങ്ങളുടെയും അടിസ്ഥാന ബുദ്ധിയായ മാധവൻ മറ്റൊരു സിംഹാസനത്തിലിരുന്നു. അടുത്ത പീഠങ്ങളിൽ പാണ്ഡവർ വസിച്ചു. പുരോഹിതനായ ധൗമ്യൻ വന്നു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യജ്ഞം ആരംഭിച്ചു. ധൗമ്യൻ കേശവൻ്റെ അടുത്തു വന്ന് പറഞ്ഞു: മഹാപ്രഭുവായ മാധവ, സാധാരണ അഭിഷേകം നടത്തേണ്ടത് പുരോഹിതനാണ്. എന്നാൽ താങ്കൾ പുരോഹിതന്മാരുടെയും പുരോഹിതനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ധർമ്മജനെ അങ്ങ് അഭിഷേകം കഴിച്ചാലും. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മഹാപുരോഹിത, ഇടയഗോത്രത്തിൽ വളർന്ന എനിക്ക് പൗരോഹിത്യമെന്തെന്ന് അറിയുകയില്ല. രാജാഭിഷേകം നിസ്സാരമായ ചടങ്ങല്ല, യഥാവിധി അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ്. അങ്ങു തന്നെ പൂജാതി കർമ്മങ്ങൾ യോഗ്യമായി ചെയ്താലും. കേശവൻ്റെ സ്വരം മൃദുവും സ്നിഗ്ധവുമായിരുന്നു. ഈ വാക്കുകൾ കേട്ട് ധൗമ്യൻ പറഞ്ഞു: മാധവ, ഭൂമിയിൽ ജന്മമെടുത്ത ഒരു പുരുഷന് എത്രമാത്രം ഉയരങ്ങളിൽ എത്താമെന്നതിൻ്റെ ഉദാഹരണമാണ് അങ്ങ്. ഇടയഗോത്രത്തിൽ ജീവിച്ച് ഗംഗാതടത്തിൽ പരസ്പരം മത്സരിച്ചു നിന്ന രാജാക്കന്മാരുടെ ജീവിതഗാഥയിലെ അന്ത്യവാക്ക് കുറിക്കുവാൻ പാകത്തിൽ അങ്ങ് ഉന്നതങ്ങൾ സ്വന്തമാക്കി. ക്ഷത്രിയ ജീവിതമായാലും ഭിക്ഷു ജീവിതമായാലും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണമെന്ന് അങ്ങ് വാദിച്ചു. ഓരോ മനുഷ്യനും പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പറഞ്ഞതും അതിന് മാതൃകയായി നിന്നതും അങ്ങു തന്നെയാണ്. മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം മണ്ണാണ് എന്ന് കാണിച്ചപ്പോൾ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുവാനും ഈ മണ്ണ് മതി എന്ന് നീ ഉദാഹരിച്ചു. മറ്റുള്ളവർക്ക് ജീവിതം ഉത്തരമില്ലാത്ത കടങ്കഥയായപ്പോൾ നിനക്കുത്തരമുണ്ടായിരുന്നു. ജീവിതം നിത്യമായിരുന്നു. ആ യാഥാർത്ഥ്യം ഉപദേശിക്കുന്നതിലൂടെ ധർമ്മത്തിൻ്റെ മർമ്മവും നിന്റെ ശിരസിലായി. കേശവ, എന്താണ് നിന്നിൽ നിന്ന് അന്യമാകുന്നത്? നീയാണ് പൂർണ്ണ പുരുഷൻ, യുഗപുരുഷൻ, കാലപുരുഷനും വിശ്വപുരുഷനും നീ തന്നെ. പ്രപഞ്ചം നിന്നിലേക്ക് ഒതുങ്ങുന്നു, നിന്നിൽ നിന്ന് വിരിഞ്ഞു പൊന്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പൂർണ്ണ മനുഷ്യന് അഭിഷേകം പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ലല്ലോ. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മഹാപുരോഹിത, നിന്റെ വാക്കുകൾ കാലരഹസ്യം ഉൾക്കൊള്ളുന്നതാണ്. യാഗാദി കർമ്മങ്ങൾ പൂർണ്ണമാവട്ടെ. ധൗമ്യൻ കേശവനെ വന്ദിച്ചു. യാഗം ആരംഭിച്ചു.
ഹവിസ് അർപ്പിച്ച് യാഗാഗ്നി തെളിഞ്ഞു നിന്നു. മുഹൂർത്തമായി. ഗംഗയുടെ ഹൃദയം തെളിഞ്ഞു. കുളിരുമായി ഇളം കാറ്റ് വന്ന് ധർമ്മജനെ പൊതിഞ്ഞു. പ്രകൃതി സൗമ്യയായി. ഗന്ധമുള്ള പൂക്കൾ വിടർന്നു. ചിത്രശലഭങ്ങൾ ആഹ്ലാദത്തോടെ പാറിക്കളിച്ചു. കേശവൻ മന്ദമെഴുന്നേറ്റു. പുഞ്ചിരി അഞ്ചുന്ന വദനത്തോടെ നടന്ന് ധർമ്മജന്റെ പീഠത്തിനു മുൻപിലെത്തി. പൂജിച്ച പാഞ്ചജന്യം എടുത്തു. അമൃതുപോലെ പരിശുദ്ധമായ ഭാഗീരഥിയുടെ തെളിനീർ ധർമ്മജന്റെ ശിരസിലൊഴിച്ചു. വസുമതിയെ സ്വമതിയിൽ പൂർണ്ണമാക്കുവാൻ വിശുദ്ധമായ അംഗീകാരം ലഭിച്ചു. രാജാവായ ധർമ്മജൻ പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവാണ് യഥാർത്ഥ രാജാവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുകയാണ് എൻ്റെ വൃത്തി. രാജ്യനന്മയും സ്വയമേന്മയും കരുതുന്നവർ രാജാവിൻ്റെ ഇഷ്ടം അനുസരിക്കണം. അവർ എൻ്റെ ഇഷ്ടവും അനുസരിക്കുന്നു. ഭീമസേനനെ യുധിഷ്ഠിരൻ യുവരാജാവായി അഭിഷേകം നടത്തി. അർജുനനെയും നകുലനെയും സഹദേവനെയും പ്രത്യേകം ആചരിച്ചു. കേശവനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, മാധവ, നിന്റെ പ്രയത്നം വിജയിച്ചു. ഗംഗാസമതലം ശുദ്ധമായി. ഹിമാലയത്തിൻ്റെ സാനു വരെ നിന്റെ ആഗ്രഹത്തിനനുസരിച്ചേ ചലിക്കുകയുള്ളൂ. നിന്റെ താൽപ്പര്യപ്രകാരം ഞങ്ങൾ രാജ്യം നേടി. ഇനി എന്തു വേണമെന്ന് പറയൂ. ഞാനും അച്ഛനും കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു. കേശവൻ പറഞ്ഞു, ഗംഗാതടത്തിൽ വീണ രക്തത്തിൻ്റെ മണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ യജ്ഞഗന്ധത്താൽ അന്തരീക്ഷവും രാജ്യവും പരമനിർമ്മലമാക്കണം. ശ്രദ്ധ, ദാനം, സത്യദീക്ഷ, നീതി എന്നിവ പഞ്ചരത്നങ്ങളായി കരുതി രാജ്യഭരണം നടത്തണം. ഭരണം ഭംഗിയായി നടക്കുമ്പോൾ ഭരണം തന്നെ ഇല്ലെന്ന തോന്നലാണ് ജനങ്ങൾക്കുണ്ടാവേണ്ടത്. രാജാവ് ഭയപ്പെടുത്തി ഭരിക്കരുത്. ജനങ്ങളുടെ ജീവിത സാഹചര്യവും ദുഃഖകരമായ അവസ്ഥയും കണ്ടറിഞ്ഞ് ഭരണം നടത്തണം. വിശപ്പറിഞ്ഞ് ഭക്ഷണം നൽകണം. ജനങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ഭരണ നിയമങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അങ്ങ് വിഭാവന ചെയ്യേണ്ടത്. ആ ഭരണമായിരിക്കണം ഇനി ആചരിക്കേണ്ടത്. കേശവന്റെ വാക്കുകളുടെ പൊരുൾ ധർമ്മജന് ബോധ്യമായി. ഇതോടുകൂടി ഇന്നത്തെ ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം കേശവനും ഭീഷ്മരും എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.